Hello dear students, here we have a poem When I Was Growing Up by Nellie Wong. We already discussed about the author. Actually our author is a Chinese American, but people considered her family as Japanese. Anyway, our poem is a autobiographical poem. Through the poem, Nellie Wong highlights the identity crisis experienced by Asian Americans. The poem depicts the past of the poet, her early childhood and adolescence. Poem depicts the past of the poet's childhood and adolescence. The narrator, who is a Chinese American, is forced to incorporate the dominant white culture and try to avoid her own culture. She always self-hatred towards the yellow skin. She always self-hatred towards the yellow skin and tried to get the white skin. In her mind, beauty is coded as white. In her mind, beauty is coded as white. In the last stanza of the poem, there is a change. She got a self-realization. She got a self-realization in the last stanza of the poem. She reconciles herself with her Chinese American identity, thereby dismantling the stereotypes of the Western beauty craze. Okay, the poem is written in past tense. The poem written in past tense. Okay, now let's move to the poem. Okay, here we have the poem When I Was Growing Up. I know now that once I longed to be white. How, you ask? When I was growing up, people told me I was dark, and I believed my own darkness in the mirror, in my soul, my own narrow vision. When I was growing up, my sisters with fair skin got praised for their beauty, and I fell further, crushed between high walls. When I was growing up, I know now that once I longed to be white. How? I know now that once I longed to be വൈറ്റ്. ഇപ്പോൾ എനിക്കറിയാം, നൗ ഐ നോ അല്ലേ, ഐ നോ നൗ എന്നുള്ള നൗ ഐ നോ ആ രീതി വായിച്ച് നോക്കും. നൗ ഐ നോ, ഇപ്പോൾ അറിയാം, ഞാനൊരിക്കൽ ഒരു വെള്ളക്കാരിയാകാൻ, ഒരു വൈറ്റ് ആവാൻ ലോങ്ഡ് അതിയായി ആശിച്ചിരുന്നു. നൗ ഐ നോ, ഇപ്പോൾ എനിക്കറിയാം, വൺസ് ഒരു കാലത്ത്, ഐ ലോങ്ഡ് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, ടു ബി വൈറ്റ് ഒരു വൈറ്റ് ആവാൻ, ഒരു വെള്ളക്കാരിയാവാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. ഹൗ, യു ആസ്ക്, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്തിനാണതെന്ന്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ, പീപ്പിൾ ടോൾഡ് മീ, ആളുകൾ എന്നോട് പറഞ്ഞു, ഐ വാസ് ഡാർക്ക്, ഞാൻ കറുത്തതാണെന്ന്, ഞാൻ കറുപ്പ് നിറമാണെന്ന് എന്നോട് ആളുകൾ പറഞ്ഞു. ആൻഡ് ഐ ബിലീവ്ഡ് മൈ ഓൺ ഡാർക്ക്നെസ്, ഞാൻ എൻ്റെ ഡാർക്ക്നെസ്സിൽ വിശ്വസിച്ചു. ഇൻ ദ മിറർ, ഇൻ മൈ സോൾ, മൈ ഓൺ നാരോ വിഷൻ, ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഇൻ മൈ സോൾ, എൻ്റെ ആത്മാവിലും എൻ്റെ ശരീരത്തിലും, മൈ ഓൺ നാരോ വിഷൻ, എൻ്റെ കാഴ്ചപ്പാടിലും എല്ലാം ഞാൻ കറുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ദെൻ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, മൈ സിസ്റ്റേഴ്സ് വിത്ത് ഫെയർ സ്കിൻ ഗോഡ് പ്രൈസ്ഡ് ഫോർ ദെയർ ബ്യൂട്ടി ആൻഡ് ഐ ഫെൽ ഫർദർ, ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്. ഞാൻ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുമ്പോൾ, വെളുത്ത തൊലിയുണ്ടായിരുന്ന എൻ്റെ സഹോദരികൾക്കെല്ലാം വളരെ പ്രശംസ കിട്ടി. അവരെ എല്ലാവരും പിടിച്ച് അഭിനന്ദിക്കും അല്ലേ. ഫെയർ സ്കിൻ ഗോഡ് പ്രൈസ്ഡ്, അവർക്ക് എന്ത് കിട്ടി? വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, മൈ സിസ്റ്റേഴ്സ്, എൻ്റെ കൂട്ടുകാരികൾക്ക്, വിത്ത് ഫെയർ സ്കിൻ ഗോഡ് പ്രൈസ്ഡ്, വെളുത്ത തൊലിയുള്ള എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശംസ കിട്ടി. ഫോർ ദെയർ ബ്യൂട്ടി, ആൻഡ് അവരുടെ ആ ഭംഗിക്ക്. ആൻഡ് ഐ ഫെൽ ഫർദർ, ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു, ഞാൻ വീഴുന്ന പോലെ തോന്നി. ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്, ഞാൻ രണ്ട് വാളിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് പോലെ എനിക്ക് ആ സമയത്ത് തോന്നി.
ഉണ്ടോ, രണ്ട് മതിലിനിടയിലിട്ട് ഞെരുക്കിക്കളയുന്നത് പോലെ, എന്നെ ഞെരുക്കിക്കളയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഈ നമ്മുടെ ഈ ഓതറിൻ്റെ മാനസികമായ ചിന്താഗതി, ലൈഫിലുണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ചായിരിക്കാം ഈ പോയം. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ ഓതർ വലിയ നിറം ഇല്ല അല്ലേ, കറുപ്പ് നിറമാണ്. അപ്പം ജനങ്ങൾ അന്നേ ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ട്, നിങ്ങൾക്കറിയാം ഇപ്പോൾ അമേരിക്കയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഇത്രയും കൊറോണയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും അവിടെ വൈറ്റ് ബ്ലാക്ക് എന്നുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം റീസെൻ്റായിട്ട് അമേരിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലത്തെ ഒരു പ്രശ്നം നമ്മുടെ ഓതറിന് ഫീൽ ചെയ്യാണ്. എല്ലാവരും അവളോട് എന്ത് പറയും, എത്ര ആയാലും അവളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ആരോട് അവളോ ചോദിക്കില്ല. പക്ഷെ അവൾക്ക് ഈ വൈറ്റുകളുടെ ആ സന്തോഷം, വൈറ്റ് പീപ്പിളിനെ എല്ലാവരും പ്രൈസ് ചെയ്യുക, അവരോടെല്ലാവർക്കും ഇഷ്ടം, ആ ഒരു സംഭവം കാണുന്ന സമയത്ത് ഇവൾക്കുണ്ടായ ഫീലിംഗ് ആണ്. അവൾ ചെറുതായ സമയത്ത്, അവൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, വളർന്ന് വലുതായി മെച്ചൂരിറ്റി എത്തിയതിന് ശേഷം അവളുടെ മാനസികാവസ്ഥ മാറുന്നുണ്ട്. അതാണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ ഒരു ട്രാൻസിഷൻ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി വായിക്കുക. ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ്ഡ് ടു ബി വൈറ്റ്. നൗ ഐ നോ ദാറ്റ് വൺസ് ഐ വാണ്ടഡ് ടു ബി വൈറ്റ്. എനിക്ക് വൈറ്റ് ആവാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഹൗ യു ആസ്ക്, നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്തുകൊണ്ടാണത് എന്ന്. When I was growing up, people told me I was dark. When I was growing up, people told me I was dark. I believed my own darkness in the mirror, in my soul, my own narrow vision. I saw in the mirror and I realized that I was dark in my body, in my soul and in my vision. I was dark. When I was growing up, my sisters with fair skin God praised. When I was growing up, the sisters who had white skin, they God praised for their beauty. When I was growing up, my sisters with white skin, they God praised for their beauty. And I fell further crushed between high walls. At that time I felt that I was crushed between high walls. ആ സമയത്ത് ഞാൻ രണ്ട് മതിലിൻ്റെ ഇടയിലിട്ട് ഞെരുങ്ങുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. Now let's move to the second stanza. We have the next lines. When I was growing up, I read magazines and saw movies, blonde movie stars, white skin, sensuous lips, and to be elevated, to become a woman, desirable woman, I began to wear imaginary pale skin. When I was growing up, I was proud of my English, my grammar, my spelling, fitting into the group of smart children, smart Chinese children, fitting in, belonging, getting in line. When I was growing up, ഞാൻ വളർന്നു വരുന്ന സമയത്ത് I read magazines, watching movie. At that time, the movie stars all are having white skin. They have sensuous lips and she likes to be with them. She likes to be like them. അവൾ എപ്പോഴും ആഗ്രഹിച്ചു എന്ത്, അവരെ പോലെയാകാൻ വേണ്ടിയിട്ട്. To be elevated their position. സെൻഷ്യസ് ലിപ്സ് ആൻഡ് ടു ബി എലിവേറ്റഡ് ടു ദെയർ പൊസിഷൻ. അവരുടെ പൊസിഷനിലേക്ക് ഉയരാൻ അവൾ എപ്പോഴും ആഗ്രഹിച്ചു. ടു ബിക്കം എ വുമൺ, ഡിസൈറബിൾ വുമൺ. ടു ബി എ ഡിസൈറബിൾ വുമൺ. ഫോർ ദാറ്റ് ഷീ ബിഗാൻ ടു വിയർ ഇമാജിനറി പെയിൽ സ്കിൻ. അതിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, ഇമാജിനറി വൈറ്റ് സ്കിൻ ധരിക്കാൻ തുടങ്ങി. പെയിൽ സ്കിൻ ഉദ്ദേശിച്ചത് ഇവിടെ വൈറ്റ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മാഗസിൻ വായിച്ചു, ടി വി കണ്ടു, പിന്നെ ഫിലിം സ്റ്റാർസിനൊക്കെ ഇങ്ങനെ വൈറ്റായിട്ട് കാണുന്ന സമയത്ത് അവൾക്കുണ്ടായ ഫീലിംഗ് ആണിത്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ, ഐ റീഡ് മാഗസിൻസ് ആൻഡ് വാച്ചിങ് മൂവീസ്. ഐ സോ ദാറ്റ് ദ മൂവി സ്റ്റാർസ് വിത്ത് വൈറ്റ് സ്കിൻ ആൻഡ് ഇമോഷണൽ ലിപ്സ്. ഷീ ലൈക്സ് ടു ബി വിത്ത് ദം. She likes to be elevated to their position, to become a woman desirable like them.
ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ ബിഗാൻ ടു വിയർ ഇമാജിനറി പെയിൽ സ്കിൻ. അവൾ വരുന്ന സമയത്ത് മാഗസിനിൽ വായിക്കുമ്പോൾ അതിലൊക്കെ ഉണ്ടാവുക എന്താണ്? ബ്യൂട്ടിഫുൾ ലേഡീസിനെ കുറിച്ചിട്ടാണ്. ഫിലിം കാണുന്ന സമയത്തോ അതിലും ഉണ്ടാവാറാണ് വൈറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുട്ടികളെയാണ്. ബ്ലോണ്ട് മൂവി സ്റ്റാർസൊക്കെ വൈറ്റ് സ്കിന്നുള്ളവരാണ്. സെൻഷ്യസ് ലിപ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവൾ ആഗ്രഹിക്കും ടു ബി എലിവേറ്റഡ്, അവരെ പോലെ ഉയർന്ന പൊസിഷനിലേക്ക് എത്തണം. ടു ബിക്കം എ വുമൺ, എ ഡിസൈറബിൾ വുമൺ, അങ്ങനെയുള്ളൊരു സ്ത്രീയായി മാറണം. സോ ഐ ബിഗാൻ ടു വിയർ ഇമാജിനറി പെയിൽ സ്കിൻ. അപ്പോൾ എന്തിനാണ് അവൾ ഇമാജിനറി പെയിൽ സ്കിൻ ധരിച്ചത്? ഫോർ ഗെറ്റിംഗ് എലിവേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് വൈറ്റ് സ്കിൻ അല്ലേ, ദ വൈറ്റ് സ്കിൻ പീപ്പിൾ. ആ ഒരു വൈറ്റ് സ്കിൻ പീപ്പിളിൻ്റെ പൊസിഷനിലേക്ക് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്തത്? ആ ഒരു ഇമാജിനറി പെയിൽ സ്കിൻ ധരിച്ചത്. Then next stanza. When I was growing up, I was proud of my English, my grammar, my spelling, fitting into the group of smart Chinese children, fitting in, belonging, getting in line. When I was growing up, I was proud of my English, my grammar and spelling. ഞാൻ വളർന്നു വരുന്ന സമയത്ത് I was very proud of my English, my grammar, my spelling. അതൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, എനിക്ക് ഗ്രാമർ നല്ലോണം അറിയാമായിരുന്നു, സ്പെല്ലിങ്ങൊക്കെ കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ പ്രൗഡ്, അഭിമാനിയായിരുന്നു ആ ഒരു കാര്യത്തിൽ. I was fitting in the group of smart Chinese children. ഞാൻ ഒരു കൂട്ടം ചൈനീസ് ചിൽഡ്രൻ്റെ ഇടയിൽ ഞാൻ വളരെ ഉഷാറായിരുന്നു പഠനത്തിൻ്റെ കാര്യത്തിൽ അല്ലേ. നോക്കൂ, ഫിറ്റിംഗ് ഇൻ ടു ദ ഗ്രൂപ്പ് ഓഫ് സ്മാർട്ട് ചൈനീസ് ചിൽഡ്രൻ, ഫിറ്റിംഗ് ഇൻ, ബിലോങ്ങിങ് ടു, ഗെറ്റിംഗ് എ ലൈൻ. ദാറ്റ് മീൻസ് ഐ ടേക്ക് മൈ പ്ലേസ് ബിറ്റ്വീൻ ദ ചൈനീസ് കിഡ്സ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ചൈനീസ് ചിൽഡ്രൻ്റെ ഇടയിൽ ഞാൻ എല്ലാത്തിനും ഉഷാറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൾക്ക് തോന്നി എനിക്കും ഒരു ലൈന് ഉണ്ടാകും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഫിറ്റിംഗ് ഇൻ, ബിലോങ്ങിങ്, ഗെറ്റിംഗ് ഇൻ ലൈൻ. എനിക്കും ഒരു ലൈൻ ഉണ്ടാവും. ലൈന് മീൻസ് ആ ലൈനല്ല കേട്ടോ. എനിക്കും എന്തുണ്ടാവും? ഒരു മാർഗരേഖ, ഒരു ജീവിതരേഖ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി എനിക്കും ഉണ്ടാകും എന്നവൾക്ക് ഫീൽ ചെയ്തു. When I was growing up and went to high school, I discovered the rich white girls, a few yellow girls, their imported cotton dresses, their Kashmiri sweaters, their curly hair, and I thought that I too should have what these lucky girls had. When I was growing up and I went to high school, I discovered the rich white girls, a few yellow girls. When I was growing up, I went to high school. I saw many rich and white girls there. When I was growing up and I went to high school, at that time I saw there are lot of rich white girls, a few yellow girls. കുറച്ച് യെല്ലോ ഗേൾസിനെയും കുറേ റിച്ച് ആയിട്ടുള്ള വൈറ്റ് ഗേൾസിനെയും ഞാൻ കണ്ടു. അവരുടെ ദെയർ ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ്, ദെയർ കാശ്മീരി സ്വെറ്റേഴ്സ് അല്ലേ. ആ ഒരു അവർ എന്താ ധരിച്ചത്? ദേ വോർ ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ് ആൻഡ് കാശ്മീരി സ്വെറ്റേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണാണ്. സ്കൂളിൽ പഠിക്കണ വൈറ്റ് ഗേൾസ്, അവരുടെ ഡ്രസ്സ്, അവരുടെ കാശ്മീരി സ്വെറ്റേഴ്സ്, ദെയർ കേളി ഹെയർ, ആൻഡ് ഐ തോട്ട് ദാറ്റ് ഐ ടു ഷുഡ് ഹാവ് വാട്ട് ദീസ് ലക്കി ഗേൾസ് ഹാഡ്. അറ്റ് ദാറ്റ് ടൈം ഐ വിഷ്ഡ് ടു ബി എമംഗ് ദം അല്ലേ. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു അവരെ കൂട്ടത്തിലൊരാളായിരുന്നെങ്കിൽ എന്ന്. ദേ ഹാഡ് കേളി ഹെയർ, അവർക്ക് കേളി ഹെയറാണ്, ഈ ചുരുണ്ട നല്ല ഭംഗിയുള്ള ഹെയർ, കേളി ഹെയർ. ഐ തോട്ട് ഐ ടു ഷുഡ് ഹാവ് ഓൾ ദ തിങ്സ് ദ ലക്കി ഗേൾസ് ഹാഡ്. അവർക്കുണ്ടായതെല്ലാം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. ആ ലൈൻ ഓർത്ത് വെക്കണം. ഷീ വാണ്ടഡ് ടു ഗെറ്റ് ഓൾ ദ തിങ്സ് all the things that the rich girls had. അണ്ടർലൈൻ ചെയ്യുക, നോക്കി വെക്കുക. നോക്കൂ എന്തൊക്കെയാണ് അവൾ ആഗ്രഹിച്ചത്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വെൻറ്റ് ടു ഹൈ സ്കൂൾ. ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഹൈസ്കൂളിൽ പോയപ്പോൾ, ഐ ഡിസ്കവേർഡ്, ഐ സോ ദ റിച്ച് വൈറ്റ് ഗേൾസ് ദർ ഇൻ മൈ സ്കൂൾ. ഐ സോ ദെയർ ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ്, ദെയർ കാശ്മീരി സ്വെറ്റേഴ്സ്. അറ്റ് ദാറ്റ് ടൈം ദേ ഹാവ് കേളി ഹെയർ ആൻഡ് ഐ തോട്ട് ദാറ്റ് ഐ ടു ഷുഡ് ഹാവ് വാട്ട് ദീസ് ലക്കി ഗേൾസ് ഹാഡ്. ഇവരെത്ര ഭാഗ്യവാന്മാരാണ്
എന്താണ്, ഈ മക്കൾക്കുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഷീ വിഷ്ഡ് ടു ഗെറ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് ദ റിച്ച് ഗേൾസ് ഹാഡ്. എഴുതി വെക്കണേ. ഷീ വിഷ്ഡ് ടു ഗെറ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് ദ റിച്ച് ഗേൾസ് ഹാഡ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വെൻറ്റ് ടു സ്കൂൾ. ഐ സോ എ ലോട്ട് ഓഫ് വൈറ്റ് ഗേൾസ് ആൻഡ് എ ഫ്യൂ യെല്ലോ ഗേൾസ് ദർ. ദേ വോർ ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ് ആൻഡ് കാശ്മീരി സ്വെറ്റേഴ്സ്. ദേ ഹാഡ് കേളി ഹെയർ. ഐ തോട്ട് ഐ ടു ഷുഡ് ഹാവ് ഓൾ ദ തിങ്സ് ദാറ്റ് ദ ലക്കി ഗേൾസ് ഹാഡ്. She wished to get the things that the lucky girls had. When I was growing up, I hungered for American food. American style scolded, white and even to me, a child born of Chinese parents. Being Chinese was feeling foreign, was limiting, was un-American. നോക്കൂ, when I was growing up, I hungered for American food. American style scolded, white and even to me, a child born of Chinese parents. നോക്കൂ, when I was growing up, I hungered for American food. American style coded white. ഇവളെ മനസ്സിൽ എപ്പോഴും എന്താണ്, ബ്യൂട്ടി ഈസ് കോഡഡ് ആസ് വൈറ്റ്. അപ്പോൾ അവൾക്ക് എപ്പോഴും ആ അമേരിക്കൻ ഫുഡിനോടുള്ള, വളർന്നു വരുന്ന സമയത്ത് അമേരിക്കൻ ഫുഡിനോടുള്ള വിശപ്പാണ് അവൾക്ക് ഉണ്ടായത്. ഫോർക്കൊക്കെ ഉപയോഗിച്ച്, ഇവൾ ശരിക്കും എന്താണ്, ഏഷ്യൻ അമേരിക്കനാണ്. അപ്പോൾ അവൾക്ക് എന്താ, ഫോർക്കോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല അവൾ ഭക്ഷണം കഴിക്കുക, എന്നാലും അവൾ അമേരിക്കയിലാണ്. ആ സമയത്ത് ഇവൾക്ക് എന്താ ഇവൾക്ക് എന്തിനാണ് വിശക്കുന്നത്, അമേരിക്കൻ ഫുഡിന് വേണ്ടി വിശന്നു പറഞ്ഞാൽ അമേരിക്കൻ ഫുഡിനോടുള്ള ഒരു ആഗ്രഹം, ഫോർക്ക് ഉപയോഗിച്ചൊക്കെ കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു, അമേരിക്കൻ സ്റ്റൈൽ. അപ്പോൾ when I was growing up, she hungered for American food. American style scolded white. Anyway, as a child born of Chinese parents and being Chinese. നോക്കൂ, എ ചൈൽഡ് ബോൺ ഓഫ് ചൈനീസ്, ഒരു ചൈനീസ് പാരൻറ്റിൻ്റെ മകളായിട്ട് പോലും, ബീയിങ് ചൈനീസ് വാസ് ഫീലിംഗ് ഫോറിൻ. അതാണ്, ഒരു ചൈനീസ് പാരൻറ്റിൻ്റെ മകളാണ് ആര്, ഈ എഴുതുന്ന ആൾ അല്ലെങ്കിൽ നരേറ്റർ. ആ എഴുതുന്ന ആൾ അങ്ങനെ ആയിട്ട് പോലും, ബീയിങ് ചൈനീസ് ആയിട്ട് പോലും, വാസ് ഫീലിംഗ് ഫോറിൻ, വിദേശിയായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം? ചൈനക്കാരായ മാതാപിതാക്കളിലാണ് അവൾ ജനിച്ചത്, എന്നിട്ടും അവൾ ചൈനക്കാരിയുമാണ്. എന്നിട്ടും അവൾക്ക് ഫീൽ ചെയ്തത് എന്താണ്, ഷി വാസ് ഫീലിംഗ് ഫോറിൻ, വിദേശിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാനൊരു എന്താ അതിൻ്റെ കാരണം, വാസ് ലിമിറ്റിംഗ്, വാസ് ആൻ അൺ-അമേരിക്കൻ, അമേരിക്കക്കാരി അല്ലാത്തത് കൊണ്ട്. അമേരിക്കയിലാണ് ജീവിക്കണത്, പക്ഷേ അമേരിക്കക്കാർ അവർക്ക് അവിടുത്തെ ഐഡൻറ്റിറ്റി കൊടുക്കുമോ, ഇല്ല. അപ്പോൾ അമേരിക്കക്കാരി അല്ലാത്തത് കൊണ്ടും ചൈനീസ് പാരൻസിനാണ് അവൾ ജനിച്ചത്. ബീയിങ് എ ചൈനീസ് ആണ്, എന്നാലോ അവരത് കണക്കാക്കുന്നില്ല. സോ അവൾ എന്താണ്, അവൾക്ക് ഫോറിൻ ആയിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ട്, അവൾ അമേരിക്കക്കാരി അല്ലാത്തത് കൊണ്ടും അവൾക്ക് അവൾക്കൊരു ഫോറിനായിട്ട് ഫീൽ ചെയ്തു.